ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ പട്ടേക്കുടി എന്ന സ്ഥലമാണ് ഇത്. ഹൈറേഞ്ചും ലോ റേഞ്ചും അല്ലാത്ത സ്ഥലം, കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം. ഉൽക്കകൾ വീഴുന്നതും ഇരുമ്പിന്റെ അംശം മണ്ണിൽ ധാരാളം ഉള്ളതുമായ പ്രദേശം. ഇടിവെട്ടിയാൽ കൂടുതൽ ബാധിക്കുന്ന സ്ഥലം. ഇതിനെല്ലാം ഉപരി കുത്തനെയുള്ള മലഞ്ചെരിവുകളും. ഇവിടെയാണ് ആദിവാസി പട്ടികവർഗക്കാരനായ ജോർജ് കുട്ടിയും കുടുംബവും താമസിക്കുന്നത്. പട്ടയം പോലുമില്ലാത്ത കൈവശ അവകാശം മാത്രമുള്ള ഈ 5 ഏക്കർ മലഞ്ചെരിവിൽ പൊന്നു വിളയിക്കുകയാണ് ഈ കുടുംബം. ഒട്ടും കൃഷിയോഗ്യമല്ലാത്ത മലഞ്ചെരിവുകളെ അധ്വാനത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ വിളവൈവിധ്യത്തിന്റെ പൂങ്കാവനമാക്കുകയാണ് ജോർജ് പുളിയമാക്കൽ. മൂടൽ മഞ്ഞ് പുതച്ചു ഉറങ്ങുന്ന പട്ടയക്കുടിയെ സമ്മിശ്ര കൃഷിയുടെ പ്രചാരകനായ ജോർജിന് കുത്തനെയുള്ള തന്റെ ഭൂമിയെ കൃഷിയോഗ്യമാക്കി മാറ്റാൻ നന്നേ കഷ്ടപ്പെടേണ്ടി വന്നു. വാഹന സൗകര്യമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഇദ്ദേഹം പറയുന്നു. 5 ഏക്കറിലും മരങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഒരുമയോടെ വളരുന്നു. ഫലവൃക്ഷങ്ങളായ പ്ലാവ്, അത്തി, പേര, വെണ്ണപ്പഴം, ഫാഷൻ ഫ്രൂട്ട്, ഓറഞ്ച്, റംബൂട്ടാൻ തുടങ്ങിയവയും വിവിധ ഇനം വാഴകളും ഫലസമൃദ്ധിയിൽ വളരുന്നു. എന്നാൽ ഓരോ കൃഷിക്കും പ്രത്യേകം സ്ഥലമോ ശാസ്ത്രീയതയോ ഒന്നും അദ്ദേഹം അവലംബിക്കാറില്ല. ഒരടി സ്ഥലം പോലും പാഴാക്കാതെ സമ്മിശ്രമായി എല്ലാം കൃഷി ചെയ്തിരിക്കുന്നു. ഓരോ ചെടിയെയും പരിപാലിക്കുന്നതനുസരിച്ച് ഗുണം കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഔഷധ സസ്യങ്ങളായ തിപ്പലി, ചെങ്ങഴന്തി, അണലിവേഗം എന്നിവയും ഇവിടെയുണ്ട്. കുരുമുളക് തീർത്തും അന്യം വന്നു പോകുന്നൊരു സാഹചര്യത്തിലാണ്. എന്നാൽ ഒന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലുള്ള ഈ പ്രദേശത്താണ് ഞങ്ങൾ ഈ പുതിയ കുരുമുളക് കണ്ടുപിടിച്ച് കൃഷി ചെയ്തിരിക്കുന്നത്. അത് കൂടുതലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ജൈവസമൃദ്ധമാക്കിക്കൊണ്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 3000-ലധികം ചെടികൾ ഈ സിയോമുണ്ടി ഞാൻ ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അത് 2 നിലയിൽ, ഒന്ന് സിയോമുണ്ടി മരത്തെ കയറ്റുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് അതിൽ കയറ്റുന്ന രീതി, മറ്റൊന്ന് ചോലയിൽ വിളവ് തരത്തക്ക നിലയിലുള്ള കുറ്റിച്ചെടിയായിട്ട് ബുഷ് പേപ്പറല്ല, മറിച്ച് കുരുമുളക് മരമായിട്ട് വളർത്തി നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ്. വളരെ ആദായം. ഇന്ന് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുരുമുളകെല്ലാം പോയ സാഹചര്യത്തിൽ ഇന്നിപ്പം ഞങ്ങൾക്ക് നല്ല കുരുമുളകിൻ്റെ ഒരു നല്ല ഞങ്ങളുടെ ആദായത്തിൻ്റെ നല്ല പങ്ക് കുരുമുളകാണ് വഹിക്കുന്നത്. അപ്പോൾ തന്നെയല്ല ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ എങ്കിൽ തന്നെയും 2 വർഷത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിലെ തന്നെ ഒരു ഏറ്റവും കൂടുതൽ കുരുമുളക് കിട്ടുന്നൊരു തോട്ടമാക്കി എടുക്കാനുള്ള പദ്ധതിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ജൈവമാർഗത്തിലായിരിക്കുന്നത് കൊണ്ട് വളരെ വിജയമാണ്. തന്നെയല്ല സംയോജിത കൃഷിമാർഗം, കന്നുകാലി, പന്നി മുതലായവരുടെ ഉച്ഛിഷ്ടങ്ങൾ ഒന്നും ഞങ്ങൾക്ക് പാഴില്ല. ഇതെല്ലാം പ്രയോജനപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്. വൻ വിജയമാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ധാരാളം ആദായം ഞങ്ങൾക്ക് ഈ കുരുമുളക് തന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല ഈ രീതി ആയിരിക്കുന്നതുകൊണ്ട് ഒന്നാമത് ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്ന കുരുമുളക് ചെടി സിയോമുണ്ടി, രണ്ടാമത് തോട്ടങ്ങളിൽ വളർത്തി നന്നായി ആദായം എടുക്കുന്ന രീതി കുരുമുളക് മരം. അതുകൊണ്ട് ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത്. യൂണിവേഴ്സിറ്റി ഇറക്കുമതി ചെയ്ത ബ്രസീലിയൻ തിപ്പലി വാങ്ങി നട്ട് അതിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് കുരുമുളക് മരമാക്കി മാറ്റുന്ന കർഷകനാണ് ജോർജ് കുട്ടി. റബ്ബർ തോട്ടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും കൃഷി ചെയ്യാവുന്ന സിയോൺ മുണ്ടി മാത്രമേ ചോലയിൽ കായ്ക്കുകയുള്ളൂ. അതുകൊണ്ട് സിയോൺ മുണ്ടി ഇനമാണ് ഗ്രാഫ്റ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. നമ്മൾ നിശ്ചയിക്കുന്ന ഉയരപരിധിയിൽ വളർന്ന തിപ്പലിച്ചെടിയുടെ മൂത്ത ഭാഗം വട്ടം കണ്ടിച്ച് നടുവേ കീറിവയ്ക്കുന്നു.
ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിയോൺ മുണ്ടി കുരുമുളക് ചെടിയുടെ 2 ശിഖരങ്ങളെങ്കിലും ഉള്ള തണ്ട് മുറിച്ചെടുത്ത് ഇരുവശങ്ങളും ശിഖരം മുതൽ താഴേക്ക് ചെത്തി അടിഭാഗം മാത്രം നേർപ്പിച്ച് ചെത്തി മുറിച്ച് കീറി വച്ചിരിക്കുന്ന തിപ്പലിയുടെ തണ്ടിൽ ആപ്പ് പോലെ ഇറക്കി വയ്ക്കുക. ഗ്രാഫ്റ്റ് ചെയ്ത തണ്ടിലെ ഇലകൾ കളഞ്ഞിരിക്കണം. ഗ്രാഫ്റ്റ് ചെയ്ത തിപ്പലി തണ്ടിന്റെ മണ്ണിനോട് ചേർന്ന ഭാഗം ഒഴിച്ച് ബാക്കി ശിഖരങ്ങൾ അടർത്തി കളയുക. തണ്ട് സെല്ലോ ടേപ്പ് ചുറ്റി മുറുക്കി കെട്ടുക. ഒരു പ്ലാസ്റ്റിക് കവർ വെള്ളത്തിൽ മുക്കി കുടഞ്ഞെടുത്ത് കുരുമുളക് തണ്ട് കവർ ചെയ്തു വയ്ക്കുക. ഇരുപത് ദിവസം കഴിയുമ്പോൾ കവർ മാറ്റുക. അപ്പോഴേക്കും കുരുമുളക് ചെടി തളിർത്തു തുടങ്ങും. ജൈവവളം മാത്രം ഉപയോഗിക്കുക. ആ വർഷം തന്നെ കായ്ച്ചു തുടങ്ങും എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാലും 2 വർഷം കൊണ്ട് ഒരു ചെടിയിൽ നിന്ന് 3 കിലോ കുരുമുളക് പറിച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകിന് താങ്ങുമരം ആവശ്യമില്ല. ബ്രസീലിയൻ തിപ്പലിയിൽ വളരുന്നതുകൊണ്ട് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ എളുപ്പത്തിൽ പിടിപെടുന്നില്ല. പ്രതിരോധ ശേഷി കൂടുതലുള്ള ബ്രസീലിയൻ തിപ്പലിക്ക് കീടരോഗ സാധ്യത വളരെ കുറവാണ്. കൃഷി ചെലവ് കുറയ്ക്കുന്നതിന് ഈ കുരുമുളക് മരം തന്നെ വളരെയേറെ സഹായിക്കുന്നുണ്ടെന്ന് ജോർജിന് തർക്കമേയില്ല. ഇത് ഒരു പ്രത്യേകതരം പഴവർഗ്ഗത്തിൽപ്പെട്ടവയാണ്. ആകാശവെള്ളരി അല്ലെങ്കിൽ ചൈനീസ് ഫാഷൻ ഫ്രൂട്ട് എന്നൊക്കെ ഇതിനെ വിളിക്കാം. നന്നായിട്ട് കായ്ഫലം തരുന്ന ചെടിയാണ്. ഒരു വെള്ളരിക്കയുടെ വലിപ്പം ഉണ്ടാകും. പച്ച നിറമായിരിക്കും എന്ന് മാത്രം. നല്ല മധുരവും പുളിയുമാണ് ഇതിന്റെ രുചി. നല്ല വിറ്റാമിനുള്ള ഫലമാണ്. ഒരെണ്ണം ഒരാൾ കഴിച്ചാൽ ദാഹവും വിശപ്പും മാറും. ഇത് കറി വയ്ക്കാനും ഉപയോഗിക്കാം. പഴമായിട്ട് ഉപയോഗിക്കുന്നതിനോടൊപ്പം ജ്യൂസ് അടിക്കാനും ഇത് നല്ലതാണ്. ഒരെണ്ണം 25 രൂപ നിരക്കിൽ വിൽക്കുന്നു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പട്ടയക്കുടി 3-ാം വാർഡിൽ കൃഷിഫാമും നടത്തുന്ന ജോർജ് പുളിയമ്മാക്കൽ എന്ന വ്യക്തിയുടെ കൃഷിസ്ഥലത്താണ് നിൽക്കുന്നത്. പശു ഫാമും പന്നി ഫാമും നടത്തി വരുന്ന പുളിയമ്മാക്കൽ പാപ്പിച്ചേട്ടൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ പുറത്തുള്ള ആളുകൾ വന്ന് പശു ഫാമും പന്നി ഫാമും സന്ദർശിക്കുകയും അതുപോലെ കൃഷികൾ വന്ന് സന്ദർശിക്കുകയും ക്ലാസ്സുകൾ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് വിത്തും വളങ്ങളും എല്ലാം തന്നെ കൊണ്ടുപോവുകയും അവിടെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇതുപോലെ ഫാം തുടങ്ങുകയും അതുപോലെ കൃഷി നടത്തുകയും ചെയ്തു വരുന്നൊരു സമ്പ്രദായം കണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൃഷിയാണ് ഇവിടെ. ജോർജിന്റെ കൃഷിസ്ഥലത്ത് പ്രധാനമായി ഉള്ള മറ്റൊരിനമാണ് ആകാശക്കപ്പ. സാധാരണ കപ്പയേക്കാൾ ഉയരം കൂടുതൽ ഉള്ളതുകൊണ്ട് ആകാശക്കപ്പ എന്ന് വിളിക്കുന്നു. സാധാരണ കപ്പ തണ്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കൂന കൂട്ടിയാണ് നടുന്നത്. എന്നാൽ ആകാശക്കപ്പ മണ്ണിളക്കി ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ 1-2 വീതം നടുന്നു. തണ്ട് മുറിക്കാറില്ല. മരച്ചുവട്ടിൽ നട്ടിട്ട് കപ്പത്തണ്ട് മരത്തിലേക്ക് ചാരി കെട്ടിവെക്കുന്നു. ഏതു മരത്തിന്റെ ചുവട്ടിലും ഇത് നടാം. സ്ലറിയോ ജൈവവളമോ ഒക്കെ ഉപയോഗിക്കാം.
കുമ്മായം കുറച്ച് വളമായി ഇട്ടുകൊടുത്താൽ കപ്പയുടെ കട്ട് കുറയും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പല കാര്യത്തിലും ഇദ്ദേഹത്തിന്റെ ഗവേഷണം ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ട്. ഒരു കിഴങ്ങ് 5 കിലോ വരെ ഉണ്ടാകാറുണ്ട്. ഇതും വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. നല്ല ആദായം ഇതിൽ നിന്നും ലഭിക്കുന്നു. മാസവും കായ്ക്കുന്ന വരിക്കപ്ലാവ് ഇവിടെ മാത്രം കാണാൻ സാധിക്കുന്ന കാഴ്ചയാണെന്ന് തോന്നുന്നു. ചക്കയ്ക്ക് മാത്രം ഇവിടെ ഒരു ക്ഷാമവുമില്ല. ഈ പ്ലാവ് ഇടിവെട്ടേറ്റ് നിൽക്കുകയാണെങ്കിലും ചക്കയുടെ വലിപ്പം കുറച്ചു കുറഞ്ഞു എന്നല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. സീസൺ കഴിഞ്ഞാൽ ചക്കയ്ക്ക് വില ഇരട്ടിയിലധികം ലഭിക്കും. നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ എല്ലാവരും ജോർജ് കുട്ടിയെയാണ് സമീപിക്കാറുള്ളത്. പഴച്ചെടികൾ ഇദ്ദേഹത്തിന് ഒരു ഹരമാണ്. പഴച്ചെടികൾ കൃഷിസ്ഥലത്തെത്തിയാൽ വംശവർദ്ധനയുടെ പല വഴികൾ ഇദ്ദേഹം പരീക്ഷിച്ചു നോക്കും. ബഡ്ഡിങ്ങും ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങുമെല്ലാം ഇതിൽപ്പെടും. പഴസ്നേഹിയായ ഈ കർഷകന് മലേഷ്യൻ പഴങ്ങളോട് കമ്പം കൂടുതലാണ്. റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലെ മലേഷ്യക്കാർ. ഇസ്രയേലിയൻ അത്തി, ഓറഞ്ച്, മുള്ളാത്ത, ബട്ടർ ഫ്രൂട്ട് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഈ തോട്ടത്തിൽ ധാരാളമായുണ്ട്. ധാരാളം വാഴകളും പലയിടങ്ങളിലായി നട്ടിരിക്കുന്നു. പച്ചച്ചിങ്ങൻ ഇവിടത്തെ ഒരു പ്രത്യേകതയാണ്. ഇതോടൊപ്പം 200-ലധികം പച്ചമരുന്ന് ചെടികളും കൃഷി ചെയ്തിരിക്കുന്നു. തിപ്പലി, ചെങ്ങഴന്തി, അണലിവേഗം തുടങ്ങിയവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അണലിവേഗം ചെടിയുടെ തൊലി പാലിലരച്ച് കുടിച്ചാൽ വിഷമിറങ്ങും എന്ന് പറയുന്നു. ഇരുമ്പ് ഉപയോഗിക്കാതെ തൊലി ചെത്തിയെടുക്കണം. ചെങ്ങഴ നീർക്കിഴങ്ങ് ഇത് കൂവക്കിഴങ്ങ് പോലെ ഇരിക്കും. മൂത്രത്തിൽ കല്ല്, പഴുപ്പ്, ഉദര രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നു. 1000 കിലോ വരെ കച്ചവടം നടത്താൻ ഇവിടെ നിന്ന് ലഭിക്കുന്നു. അന്യം നിന്നുപോയ ആദിവാസിയുടെ തനതായ കന്നി ഏലവും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ലോകത്താകെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം അഥവാ ഈ സംയോജിത കൃഷി രീതിയുടെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ 2014 ഗാർഹിക കൃഷി വർഷമായി ആചരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രസക്തി ഒന്നുകൂടി കൂടുതലാണെന്നുള്ള വ്യക്തമാണ്. കാരണം കേരളത്തിൻ്റെ തുണ്ടുഭൂമികളുടെ കൃഷി പരമാവധി ഉൽപ്പാദനക്ഷമതയിലേക്ക് കൊണ്ടുവരുന്നതിനും ഇതിൻ്റെ മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും ഒക്കെ ഈ സംയോജിത കൃഷി രീതി ആവശ്യമാണ്. കാരണം ഏറ്റവും മികച്ച സംയോജിത കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരുടെ കൃഷിയിടങ്ങളെ ഞങ്ങളൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം മോഡൽ എന്ന തരത്തിൽ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ ഒരു ഫാം പ്ലാൻ തയ്യാറാക്കി അവരും കൂടി കർഷകരും വിദഗ്ധരും ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു ഫാം പ്ലാൻ തയ്യാറാക്കുകയും അതിലൂടെ ഉൽപ്പാദനക്ഷമതയിലും വരുമാനത്തിലും ഒരു 25% ഏറ്റവും കുറഞ്ഞത് മെച്ചം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇളന്തേശം ബ്ലോക്കിൽ, ഇടുക്കി ജില്ലയിലെ ഇളന്തേശം ബ്ലോക്കിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ പുളിക്കത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീ ജോർജ് ഏട്ടൻ, പുളിയമ്മാക്കൽ ജോർജ് ഏട്ടൻ്റെ ഈ കൃഷിയിടം. അപ്പോൾ അദ്ദേഹം ഈ സംയോജിത കൃഷിയുടെ ഒരു വലിയ പ്രചാരകനും പ്രവർത്തകനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടം നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. കൃഷിയോടൊപ്പം മൃഗപരിപാലനത്തിനും പരീക്ഷണം ആവർത്തിക്കുകയാണ് ഈ കർഷകൻ. പശു വളർത്തലും പന്നി വളർത്തലും ഇതോടൊപ്പം ഉണ്ട്. തന്റെ പശുക്കൾക്ക് പാൽ ഉൽപാദനം വർദ്ധിക്കുന്നതിന് സ്വന്തമായി ഒരു വഴി കണ്ടെത്തിയതിന്റെ ഉത്സാഹത്തിലാണ് ജോർജ്. അസോള പായൽ പശുക്കളിൽ പാൽ ഉൽപാദനം കൂട്ടുന്നതിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ പായലിന് ഇരുമ്പ് സത്ത് വലിച്ചെടുക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണെന്ന് ഇദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ട് ആഫ്രിക്കൻ പായലും ചോളപ്പൊടിയും കൂട്ടിയിളക്കി തീറ്റയായി നൽകുന്നു. അതുമൂലം
പശു ഒന്നിന് 1 ലിറ്റർ പാൽ അധികമായി ലഭിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. പന്നി വളർത്തലാണ് ജോർജിന്റെ മറ്റൊരു വരുമാന മാർഗം. 50-ൽ കൂടുതൽ പന്നികളെ ഒരേ സമയം ഇവിടെ വളർത്തുന്നു. വളർച്ചാ നിരക്ക് കൂടുതലുള്ള പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നു. ബ്രീഡിങ്ങിനായി ആൺപന്നിയെയും ഈ കൂട്ടിൽ തന്നെ വളർത്തുന്നു. നല്ല ശുചിത്വത്തോടെ വളർത്തിയാൽ പ്രത്യേകം ചികിത്സ ഒന്നും ആവശ്യമായി വരാറില്ല. കുഞ്ഞുങ്ങളെയാണ് കൂടുതലും വിൽക്കുന്നത്. 2500 രൂപ മുതൽ വില കിട്ടും. ആൺപന്നികളെ ആദ്യം ബ്രീഡിങ്ങിന് ഉപയോഗിക്കും, പിന്നീട് ഇറച്ചിക്കായി വിൽക്കപ്പെടുന്നു. ലാർജ് വെയ്റ്റ് വെള്ള നിറമുള്ളതും തവിട്ട് നിറമുള്ള ഡ്യൂറോക്കുമാണ് ഇവിടെ വളർത്തുന്നത്. ഗോതമ്പ് തവിട്, പായൽ എന്നിവ മിക്സ് ചെയ്ത് തീറ്റയായി കൊടുക്കുന്നു. ഉപ്പ്, ധാതുലവണം തുടങ്ങിയവയും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നു. നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു തൊഴിലായി പന്നി വളർത്തലിനെയും ഇദ്ദേഹം കാണുന്നു. 2 കറവ പശുക്കൾ, 35ഓളം പന്നികൾ, 5 ആട്, അതുപോലെ കോഴി ഇവയൊക്കെ പരിപാലിച്ച് അദ്ദേഹം വളരെയധികം നേട്ടങ്ങൾ ഈ രംഗത്ത് കൈവരിച്ചിട്ടുണ്ട്. പശുവിനെ വളർത്തുന്നതിനായിട്ട് അവയ്ക്ക് തീറ്റ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നൽകുന്നതിനായിട്ട് ധാരാളം തീറ്റപ്പുൽ അദ്ദേഹം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. CO3, അതുപോലെ കോങ്കോ സിഗ്നൽ എന്നീ വെറൈറ്റികളാണ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്തത്. അതിൽ തീറ്റ ചെലവ് ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് ഇത് അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആഫ്രിക്കൻ പായൽ ഒരു തീറ്റയായിട്ട് പശുക്കൾക്ക് നൽകി വരുന്നു. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത് പന്നി വളർത്തലിൽ നിന്നാണ്. ഇതിന് വേണ്ട എല്ലാ സാങ്കേതിക സഹായങ്ങളും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ രംഗത്ത് നിന്ന് അദ്ദേഹത്തിന് ലഭ്യമാക്കുന്നുണ്ട്. പന്നി വളർത്തലിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വേണ്ട പരിചരണങ്ങൾ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഇദ്ദേഹം നൽകി വരുന്നുണ്ട്. ലാർജ് വെയ്റ്റ് യോർക്ക്ഷയർ, ഡ്യൂറോക്ക്, അതുപോലെ തന്നെ ലാൻഡ് റൈസ് എന്നീ വെറൈറ്റികളാണ് അദ്ദേഹം ഇവിടെ പരിപാലിച്ചു വരുന്നത്. ധാരാളം കുഞ്ഞുങ്ങളെ അദ്ദേഹം ഇവിടുന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു കുഞ്ഞിന് 4000 രൂപ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ആദായം ലഭിക്കുന്നുണ്ട്. സമ്മിശ്ര കൃഷിയുടെ ഒരു പ്രചാരകനായും ഒരു ഗവേഷകനായും ഒക്കെയാണ് നാട്ടുകാർ ഇദ്ദേഹത്തെ കാണുന്നത്. ജോർജിന്റെ അധ്വാനശീലവും നേട്ടങ്ങളും ഗവേഷണങ്ങളും ഒക്കെ മുൻനിർത്തി കേരള ഗവൺമെന്റും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ധാരാളം അവാർഡുകളും നൽകി ആദരിക്കുകയുണ്ടായി. കേരള ഗവൺമെന്റിന്റെ കർഷക ജ്യോതി അവാർഡ്, മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലാതല അവാർഡ്, അക്ഷയശ്രീ അവാർഡ് തുടങ്ങിയവ ചിലതുമാത്രം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ക്ഷമയും ബുദ്ധിമുട്ടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഇത്തരം മലഞ്ചെരുവാണെങ്കിലും പൊന്നു വിളയിക്കാം എന്നതിന് ജോർജ് കുട്ടിയുടെ പ്രവർത്തനം ഒരു മാതൃകയാണ്.